ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പാൻ ചൂടാക്കാം. ഇതിപ്പോൾ ഞാൻ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി വെറുതെ കുറച്ചെടുത്തിട്ട്, നമുക്കറിയാലോ ഒരു അധികം എരിവും വേണ്ട, എന്നാൽ 1 ടീസ്പൂണൊക്കെ എടുത്തൊന്ന് ചൂടാക്കാം കേട്ടോ. പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയില്ലേ, അതിലേക്ക് ആ പുഴുങ്ങി വെച്ച മുട്ടയിൽ അതിങ്ങനെ ചേർക്കണം കേട്ടോ. അതായത് പകുതി ഞാൻ ഇത് മുറിച്ച് വെച്ചേക്കാണ്. ഇങ്ങനെ നോക്കുമ്പോൾ മുട്ട പകുതി മുറിച്ചേക്കണ കാണൂല, അപ്പോൾ ഒരു വശം മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ആ കോഴിമുട്ട ആ പുഴുങ്ങിയത് 2ആയി കീറി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റിയതിലിട്ട് ഇതുപോലെ മൊരിച്ചൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കണം. ഈ മുട്ട ഇങ്ങനെ ഉണ്ടാക്കിയില്ലേ, ഇപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വഴറ്റി കുരുമുളക് പൊടിയിലും അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് സവാള ആദ്യം വഴറ്റാട്ടോ. നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം കേട്ടോ. ഇനി പിന്നെ എന്താ, കുറച്ച് കടുക് പൊട്ടിക്കണം ആദ്യം. പിന്നെ ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതായത് സവാള നീളത്തിലല്ല അരിയണേ, ചതുരത്തിലാട്ടോ അരിയണ്ടേ, അത് ചേർത്ത് നമുക്ക് വഴറ്റാം. ഇപ്പോൾ സവാള വഴറ്റി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഒക്കെ ഇട്ടു. വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് ചേർത്തേണം കേട്ടോ. ഇനി നമുക്ക് ഇത് ചെയ്യണതാണ് 2 തക്കാളി, ഇത്തിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, അരച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഈ തക്കാളിയിലാണ് ഇതിൻ്റെ സീക്രട്ട് ഇരിക്കുന്നത്. തക്കാളി നല്ലോണം വഴറ്റണം കേട്ടോ. അരച്ച് നമ്മൾ വഴറ്റിയില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇത് 3 എണ്ണം ചേർക്കണുള്ളൂ കേട്ടോ, വേറെ ഒരു മസാലകൾ ചേർക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, എന്നിട്ട് നമുക്ക് വഴറ്റാം. ഇതെല്ലാം വഴറ്റി ഏതൊക്കെ പൊടികളായിരുന്നു? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. തക്കാളി ഇത് വഴറ്റി, തക്കാളിയുടെ ഇത് നമ്മൾ അരച്ചില്ലേ, തക്കാളി അരച്ചത് വഴറ്റിയ ശേഷം വെള്ളം ഒഴിച്ചു. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പുഴുങ്ങി 2ആയിട്ട് വരഞ്ഞ് ആ മുളക് പൊടിയും ഒക്കെ ചേർത്ത് എണ്ണയിൽ പൊരിച്ച മുട്ടയില്ലേ, അത് നമുക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല കറിയാട്ടോ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.